അടിമുടി സമരം സിന്ദാബാദ്. അടിമുടി സമരം സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. വ്യാപാരിഐക്യം സിന്ദാബാദ്. യൂത്ത് വിംഗ് സിന്ദാബാദ്. ഇന്ത്യയിലുടനീളമുള്ള ചെറുകിട വ്യാപാരികളും ചെറുകിട ഹോട്ടലുകളുമൊക്കെ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്, പലതും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് കേരളത്തിലെ ഹോട്ടലുകൾ അടച്ചിട്ടുകൊണ്ട് സമരം ചെയ്തിരുന്നു. പക്ഷേ 1000 രൂപ വർധനവ് എന്ന് പറയുന്ന ഒരു സിലിണ്ടർ, ഒരു പാചകവാതക സിലിണ്ടർ വാണിജ്യാവശ്യത്തിന് കടകളിൽ എടുക്കുന്നത്, ഒരു കടയിൽ ചിലപ്പോൾ 2 എണ്ണം വേണ്ടി വരും, 1 എണ്ണം 3 എണ്ണം വേണ്ടി വരും, 8 എണ്ണവും 10 എണ്ണവും ഉപയോഗിക്കുന്ന വലിയ കടകളുമുണ്ട്. ഒരു സിലിണ്ടറിന് 1000 രൂപ വീതം വർദ്ധിക്കുമ്പോൾ എത്രത്തോളം രൂപയുടെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 1000 രൂപ എന്നുള്ളത് പറയാതിരിക്കാൻ അതിൽ 7 രൂപ കുറച്ചിട്ടുണ്ട്. 993 രൂപയെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഡാറ്റ ഷോറൂമിൽ പോകുമ്പോൾ ഏത് സാധനം എടുത്താലും 99 രൂപ ലാസ്റ്റ് വരുന്നത് പോലെ ഇപ്പൊ പാചകവാതക സിലിണ്ടറിന് കൂടി 993 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വാണിജ്യ ഗ്യാസ് സിലിണ്ടറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും വ്യാപാരികൾക്ക് ഈ വിലവർദ്ധനവുമായി പൊരുത്തപ്പെട്ട് പോകുവാൻ സാധിക്കുകയില്ല. അവരുടെ ഉപജീവന മാർഗം നിർത്തേണ്ട അവസ്ഥയിലേക്കാണ്. ഈ ഗ്യാസിന്റെ വിലവർദ്ധന കൊണ്ട് ഹോട്ടൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചായക്ക് 12 രൂപയാക്കിയാലും 20 രൂപയാക്കിയാലും മുതലാക്കാൻ പറ്റാത്ത രീതിയിൽ, നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത രീതിയിൽ അനുദിനം ഒരു മാനദണ്ഡവുമില്ലാതെ ഗ്യാസിന് അമിതമായി വില കൂട്ടിയിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് സർക്കാർ പിൻവലിക്കണം. ഈ പ്രതിഷേധം രാജ്യത്തിന് അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നുണ്ടാകും. ആ പ്രതിഷേധത്തെ തുടർന്ന് ഈ നടപടി പുനഃപരിശോധിക്കുകയും പിൻവലിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയും ഗ്യാസ് സിലിണ്ടറിന്റെ വില വർധനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന സമരങ്ങളുടെ ഭാഗമായി യൂത്ത് വിംഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടിക്കട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആദ്യത്തെ സമരമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഐതിഹാസികമായ ഈ സമരം വ്യാപാര മേഖലയെ മാത്രം സംരക്ഷിക്കുവാനുള്ളതല്ല, തികച്ചും കടകളിൽ വിലവർധന ഉണ്ടാക്കുവാൻ വേണ്ടി, വിലവർധന ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഏകദേശം ഒരു സിലിണ്ടറിന് 1000 രൂപ വർദ്ധിക്കുമ്പോൾ 10 രൂപയ്ക്ക് വിൽക്കുന്ന ചായ അത് 12 രൂപയ്ക്ക് വിൽക്കുവാൻ കച്ചവടക്കാർ നിർബന്ധിതരാവുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് മുമ്പേ ഇവിടെ സമ്പാദിച്ച യൂത്ത് വിങ്ങിന്റെ വ്യാപാരി വ്യവസായിയുടെ മുതിർന്ന നേതാക്കൾ ഇതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും ദൈർഘ്യമായി ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു.